ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിന്റെ മികവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ 1-നെതിരെ 2 ഗോളുകൾ പരാജയപ്പെടുത്തി 3 പോയിന്റും കരസ്ഥമാക്കി വിജയത്തിന്റെ ആലസ്യത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകനും. പക്ഷെ പേഴ്സണലി എനിക്ക് നല്ല സങ്കടവും നിരാശയും ഒക്കെ തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഒരു ഗോളിന് വേണ്ടി ഏറ്റവും കൂടുതൽ ദാഹിക്കുന്ന തൃഷ്ണയോടെ കളിക്കുന്ന താരം കെവിൻ യോക്കാണ്. അയാളെ ഒറ്റബുദ്ധിയൊന്നും ഒറ്റപ്പൂതി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിൽ പോലും ഒരു ഗോളിന് വേണ്ടി അയാൾ എടുക്കുന്ന എഫേർട്ട് ഒരുപാട് വലുതാണ്. സ്വന്തമായിട്ടൊരു ഗോൾ അടിക്കാൻ കെവിൻ യോക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും കെവിൻ യോക്ക് അങ്ങനെ ഒറ്റയാ ശ്രമം നടത്തി ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് ബാർത്തിയാമയോ ആദ്യം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത്. ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ അവസാന നിമിഷം ഒരു ഗോൾ പറഞ്ഞിരുന്നു. അജിസലിലേക്ക് എത്തിയ പന്ത് അജിസൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കെവിൻ യോക്ക് കൈക്കലാക്കിയിട്ട് ആ ഒരു ഗോൾ നേടുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഇൻ സച്ച് എ കേസ് അതിലേക്ക് അജിസൽ തൊട്ടിരുന്നെങ്കിൽ അതൊരു ഓഫ് സൈഡ് കോളായി മാറുമായിരുന്നു. ഇങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പന്തിനടുത്തേക്ക് എത്തി ഫ്രീസായിട്ട് നിൽക്കുന്നു, പിന്നിൽ നിന്ന് വരുന്ന താരം പന്ത് കൈക്കലാക്കുമ്പോൾ അത് ഓഫ് സൈഡിനെ മറികടന്നിട്ട് ഒരു ഇന്റലിജന്റ് മൂവ് ആയിട്ട് 100% അല്ലെങ്കിൽ 200% IQ മൂവ്മെന്റ് ഒക്കെ ആയിട്ട് അതിനെ വിലയിരുത്തും. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും സന്തോഷിക്കാനുള്ള ഒരു നിമിഷത്തിനെയും കെവിൻ യോക്കിന്റെ എഫേർട്ടിനെയൊക്കെ വാഴ്ത്തി പാറേണ്ട വിധത്തിലുള്ള ഒരു ഗോളിനെയാണ് റഫറി ഡിസോൾവ് ചെയ്തത്. അജിസല് ഗോൾ കീപ്പറെ ഡിസ്ട്രാക്ട് ചെയ്തു എന്നാണ് അതിന് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ അജിസൽ പന്തിൽ തൊട്ടില്ലല്ലോ. കെവിൻ യോക്ക് ഓടി വന്ന് ഗോൾ നേടുമ്പോൾ അത് ലീഗൽ ഗോൾ തന്നെയാണ്. പക്ഷേ ഒഡീഷ താരങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് ഡിസലോ ചെയ്യുകയും ആ അവസാന നിമിഷം നേടിയ ആവേശകരമായിട്ടുള്ള ഗോളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് താൻ ജേഴ്സി വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. കെവിൻ യോക്ക് ജേഴ്സി അഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാച്ച് സസ്പെൻഷൻ ഭീതിയുടെ നിഴലിലേക്ക് തള്ളിപ്പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കെവിൻ യോക്ക് അടിച്ച ഗോള് കിട്ടിയതുമില്ല, കാർഡും കിട്ടി എന്ന് പറയുമ്പം വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ കെവിൻ യോക്കിനെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുക കൂടി വേണം. സോ കെവിൻ യോക്കിന്റെ കാര്യത്തിൽ വേദനയും സങ്കടവും നിരാശയും ഒക്കെ തന്നെ ഉണ്ട് ഇപ്പോഴും.